ആണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൂന്തലാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെള്ളം വരും, എന്നാലും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. മൂടി വെച്ച് 4 വിസിൽ കിട്ടുന്ന വരെ വേവിക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വെയിറ്റ് ഇടാം. ആവണ വരെ നമുക്കിതൊന്ന് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം.
അതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ടാൽ കൂന്തലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ആ ഗരം മസാലയും മുളക് പൊടിയും പുളിയൊക്കെ കൂടെയുള്ള മണമല്ല, നല്ല മണം. നമുക്ക് അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് ചേട്ടൻ ടേസ്റ്റ് ചെയ്തു. നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്പൈസി ടേസ്റ്റും ഉണ്ട്.